നമസ്തേ. യുണീക്ക് ആയിട്ടുള്ള വ്യക്തികളിലാണ് ഹാർട്ട് ചക്രത്തിലേക്ക് ഊർജം ഉയർന്നു വരുന്നത്. ഹാർട്ട് ചക്രത്തിലേക്ക് ഊർജം അല്ലെങ്കിൽ കുണ്ടലിനി ശക്തി ഉയർന്നു വരിക എന്നുള്ളത് സാധാരണ ലോവർ ചക്രാസിൽ സംഭവിക്കുന്ന അത്രയും എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഇഫ് യു ആർ ചോസൺ, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർട്ട് ചക്രത്തിലേക്ക് കുണ്ടലിനി ശക്തി എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ഹാർട്ട് ചക്രത്തിലേക്ക് കുണ്ടലിനി ശക്തി എത്തുന്ന സമയത്ത് ഹാർട്ട് ചക്രം ബാലൻസ് ആകുന്നു, ഓപ്പൺ ആകുന്നു, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആകുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഹാർട്ട് ചക്രം ആക്ടിവേറ്റഡ് ആണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? എങ്ങനെയാണ് ഹാർട്ട് ചക്രത്തിൽ ബ്ലോക്കേജസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ഇന്നത്തെ വീഡിയോ വെളിച്ചം വീശുന്നത്. ഹാർട്ട് ചക്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ലോവർ ചക്രാസ് അല്ലെങ്കിൽ റൂട്ട് ചക്ര, സ്വാധിഷ്ഠാന ചക്ര, സോളാർ പ്ലക്സസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഹാർട്ട് ചക്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഹൃദയം അല്ലെങ്കിൽ ഈ ഒരു ഏരിയയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്തുള്ള അതിശക്തമായിട്ടുള്ള എനർജി സെന്റർ ആണത്. ആ എനർജി സെന്റർ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിഷ്വലൈസേഷൻ മെഡിറ്റേഷനിലേക്ക് പോയതിനു ശേഷം വിഷ്വലൈസ് ചെയ്യുക, ഇമാജിൻ ചെയ്യുക. പച്ച നിറത്തിൽ, മനോഹരമായിട്ടുള്ള പച്ച നിറത്തിൽ തിളങ്ങുന്നതായിട്ടുള്ള ഗ്ലോ ചെയ്യുന്നതായിട്ടുള്ള പ്രകാശത്തിന്റെ ചുഴി പോലെ ആ ചക്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ പ്രാണിക് എനർജി കൈകൾ കൊണ്ട് സെൻസ് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് ചക്രത്തിന്റെ അടുത്ത് വരുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മുടെ കൈകൾ റൗണ്ട് ആകുന്നതും വൈഡ് ആകുന്നതും അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഹാർട്ട് ചക്രം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ചക്രമാണ്. സ്നേഹം എന്ന് പറയുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വാധിഷ്ഠാന ചക്രമൊക്കെ ഒരു റൊമാൻറ്റിക് ലവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഹാർട്ട് ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് അതൊരു യൂണിവേഴ്സൽ ലവ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചക്രം ആക്ടിവേറ്റ് ആകുക എന്നുള്ളത് ഈസി അല്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അവസ്ഥകളിൽ അല്ലെങ്കിൽ നമ്മുടെ കർമ്മം അത്രയും ശരിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുണ്ടലിനി ശക്തിയെ നമ്മൾ മറ്റു ചക്രങ്ങളിൽ സക്സസ്ഫുൾ ആയിട്ട് ബാലൻസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് റൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹാർട്ട് ചക്രവും ഓപ്പൺ ആകും എന്നുള്ളതാണ്. സ്നേഹം കൊടുക്കാനും വാങ്ങാനും സാധിക്കുന്നില്ല. മനസ്സ് തുറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. മറ്റുള്ളവരോട് പക ഉള്ളിൽ സൂക്ഷിക്കുകയാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ല. എപ്പോഴും ഒരു മർക്കടമുഷ്ടി പിടിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങളുടെ കാര്യത്തിൽ. റൊമാൻറ്റിക് ലവ് അല്ല, അല്ലാത്ത രീതിയിലുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് ബന്ധുക്കളുമായിട്ടുള്ള സ്നേഹമായിരിക്കാം, ചുറ്റുപാടുള്ള അയൽക്കാരുമായിട്ടുള്ള സ്നേഹമായിരിക്കാം, സമൂഹവുമായിട്ടുള്ള സ്നേഹമായിരിക്കാം, ആൻഡ് അത് ഒരു ഗ്ലോബൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ അവസ്ഥയിലുള്ള സ്നേഹവുമായിരിക്കാം. ഇന്ന് വളരെ അപൂർവം ആൾക്കാരെയാണ് നമുക്ക് ഇങ്ങനെ എല്ലാവരെയും സ്നേഹിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഉള്ളതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം ഭൂരിഭാഗം ആളുകളും താഴെയുള്ള ചക്രത്തിൽ ഫിക്സേഷൻ ഉണ്ടായി അല്ലെങ്കിൽ ബ്ലോക്കേജസ് ഉണ്ടായിട്ട് അത് പരിഹരിക്കാൻ പറ്റാതെ മറ്റുള്ളവരോട് മത്സരിച്ചുകൊണ്ടും പകയുള്ളിൽ വെച്ചുകൊണ്ടും ഒക്കെയാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രഡ്ജസ് വളരെ അധികമാണ്. പ്രതികാര ബുദ്ധിയോടുകൂടി പല ആൾക്കാരും മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കുണ്ടലിനി ശക്തി ഉയർന്നു മുകളിലേക്ക് വരുന്ന സമയത്ത് സ്നേഹം എന്ന് പറയുന്നത് അൺലോക്ക് ആവുകയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഹാർട്ട് ചക്രയിൽ ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്. സ്നേഹം കൊടുക്കാനും വാങ്ങാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. പകയും നീരസവും എടുത്തു കളയാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഹാർട്ട് ചക്രത്തിൽ ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്ത് ഉയർന്ന ഈഗോ ഉണ്ടാകും എന്നുള്ളതാണ്. മറ്റുള്ളവരോടുള്ള മത്സരം, തന്നിൽ പ്രായത്തിൽ മൂത്തവരാണെങ്കിൽ പോലും അവരോട് മത്സരിക്കുക, അവരുടെ ഒപ്പം എത്തുക, സാമ്പത്തികമായിട്ടൊക്കെ അവരെ കടത്തി വെട്ടണം അല്ലെങ്കിൽ അവരുടെ മുന്നിൽ തന്റെ കഴിവുകൾ അവരോധിക്കണം എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് മൈൻഡ്. അതിനെ കോമ്പറ്റീറ്റീവ് മൈൻഡ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ സ്യൂട്ടബിൾ ഹൈപ്പർ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇങ്ങനെയുള്ള ഹാർട്ട് ചക്ര ബ്ലോക്കേജ് വരുന്ന സമയത്ത് ആളുകൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ സ്നേഹമില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ സ്നേഹമാണ് മറ്റെല്ലാ വികാരങ്ങൾക്കും അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ സ്നേഹമില്ലാതെ ആകുന്ന അവസ്ഥയിൽ വൈകാരികമായിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു വൈകാരിക മരവിപ്പ് ഫീൽ ചെയ്യാനും സാധ്യതയുണ്ട്. ഈ ഒരു അവസ്ഥയും നമുക്ക് ഹാർട്ട് ചക്രത്തിൽ ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. മറ്റുള്ളവരോടുള്ള അസൂയ, അതുപോലെ തന്നെ പൊസസീവ്നെസ്, ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു സുരക്ഷയില്ലാത്തതായിട്ടുള്ള അസുരക്ഷ ഫീൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. കാരണം മറ്റുള്ളവരോട് സ്നേഹത്തോടു കൂടി ഓപ്പൺ ആയിട്ട് പെരുമാറാനായിട്ട് സാധിക്കുന്നില്ല. തൻ്റെതായിട്ടുള്ള പൊയ്മുഖങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഹാർട്ട് ചക്രത്തിൽ ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതിന്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മിലേക്ക് വന്നു ചേരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആസ് എ റിസൾട്ട് നമ്മൾ ഐസൊലേറ്റഡ് ആയി പോകും എന്നുള്ളതാണ്. ഈ ഐസൊലേഷൻ എന്ന് പറയുന്നത് സ്വയം നമ്മൾ ആത്മീയമായിട്ടുള്ള അവസ്ഥകൾക്കും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും വേണ്ടി അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്തിനും വേണ്ടിയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് ഫ്രൂട്ട്ഫുൾ ആകുകയാണ്. എന്നാൽ ഞാൻ മുൻപുള്ള വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് നല്ലതാണ്.
എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ നമ്മിലേക്ക് വന്നു ചേരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻസെക്യൂരിറ്റി കൊണ്ട്, നമ്മുടെ അപകർഷതാബോധം കൊണ്ട്, നമുക്ക് ആളുകളോട് ഇടപെടാനായിട്ട് സാധിക്കാത്തത് കൊണ്ടൊക്കെ നമ്മൾ ഒറ്റപ്പെടുകയാണ്. നമുക്കത് ഇഷ്ടപ്പെടുന്നുമില്ല ആ ഒറ്റപ്പെടൽ. അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥകളൊക്കെ ഹാർട്ട് ചക്ര ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഫിസിക്കൽ ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ചില ആത്മീയവാദികൾ വിശ്വസിക്കുന്നത് ഹാർട്ട് ചക്രത്തിന്റെ ബ്ലോക്കേജിന്റെ ഫലമായിട്ട് നമുക്ക് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ശ്വാസകോശം അല്ലെങ്കിൽ ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പല മേഖലകളിൽ ആസ്മ പോലെയുള്ളത് അല്ലെങ്കിൽ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് പോലെയുള്ള പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ചില ആത്മീയവാദികൾ വിശ്വസിച്ചു പോരുന്നു. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നമുക്കൊരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിനെ സയന്റിഫിക് ആയിട്ട് അത് ആത്മീയമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മളെ വിട്ടുമാറിപ്പോകും, നമ്മുടെ ജീവിതത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കില്ല. പക്ഷെ അത് നമുക്ക് മാറാത്തൊരവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ എടുക്കണം. ഒട്ടും വൈകാതെ തന്നെ നമ്മൾ മനഃശാസ്ത്രജ്ഞന്റെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെയോ സഹായം തേടുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഇതൊക്കെ നമ്മുടെ കർമ്മത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഒരു അന്ധവിശ്വാസത്തിലായിരിക്കുന്നതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് നമ്മുടെ കർമ്മം ചെയ്യുന്ന സമയത്താണ് ഓരോ ചക്രങ്ങളും ശക്തിയായിട്ട് വരുന്നത് എന്നുള്ളത് മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആക്ടിവേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത്, കുണ്ടലിനി ഊർജം ഉയർന്നു വന്ന് നമ്മുടെ ഹാർട്ട് ചക്രത്തിനെ ഗ്ലോ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്നേഹം, ദയ, അലിവ്, അനുകമ്പ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകുകയാണ്. നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് എല്ലാത്തിനെയും സ്നേഹിക്കാനായിട്ട് സാധിക്കുകയാണ്. നമുക്കൊരു വൺനെസ് ഫീൽ ചെയ്യുകയാണ്. ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെതാണ്, ഈ പ്രപഞ്ചം എന്റേതാണ് എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുകയാണ്. ഭൂമിയെ നമുക്ക് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ കാണാനായിട്ട് സാധിക്കുകയാണ്. ദൈവത്തിന്റെ സൃഷ്ടികൾ തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. മനുഷ്യനും ദൈവവും എങ്ങനെയാണ് സ്നേഹത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. അങ്ങനെ സകലത്തിലും സ്നേഹത്തിന്റെ അംശം, അതിന്റെ ബന്ധം, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു ചങ്ങല നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. അത് തന്നെയാണ് തീർച്ചയായിട്ടും അൺകണ്ടീഷണൽ ലവ് നമ്മളിൽ വർദ്ധിക്കാനുള്ള ഒരു കാരണം. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്യാനായിട്ട്, ക്ഷമിക്കാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് ബാലൻസ്ഡ് ആവുകയാണ്. ഇമോഷണൽ ഹീലിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ, നമ്മുടെ ഇമോഷൻസ് ബാലൻസ് ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അവസ്ഥ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ്. എൻലൈറ്റൻമെന്റിലേക്ക് പോകുന്ന സമയത്ത് പല ആചാര്യന്മാരും പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഞാനും ഈ പ്രപഞ്ചവും ഒന്നാണ് എന്നുള്ള അവസ്ഥ എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തു എന്നുള്ളത്. ആ ഒരു അവസ്ഥ ഫീൽ ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും പ്രവർത്തിക്കുകയാണ് നമ്മുടെ ഹാർട്ട് ചക്രം എന്ന് പറയുന്നത്. എല്ലാ ചക്രങ്ങളും ഒരുമിച്ച് നല്ല രീതിയിൽ ആക്റ്റീവ് ആകുന്ന അവസ്ഥയിലാണ് നമ്മൾ ജ്ഞാനോദയത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ കുണ്ടലിനി ശക്തിയുടെ പൂർണ്ണമായിട്ടുള്ള ഉയർച്ച നമ്മിൽ സാധ്യമാകുന്നത്. അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ കണക്ട് ആയതായിട്ട്, മറ്റുള്ളവരോട് കണക്ട് ആയതായിട്ട്, എൻറ്റയർ യൂണിവേഴ്സിനോട് കണക്ട് ആയതായിട്ടുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ഹാർട്ട് ചക്രം ആക്ടിവേറ്റ് ആകുന്ന സമയത്ത് ഉണ്ടാവുകയാണ്. ഈ രീതിയിൽ നമ്മൾ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാനും വാങ്ങാനും പ്രാപ്തരാകുകയാണ്. ഇതിന്റെ ഒക്കെ ഫലമായിട്ട് നമുക്ക് സന്തോഷവും സമാധാനവും വൈകാരിക തുറവിയും ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഹാർട്ട് ചക്രത്തിനെ ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പച്ചയാണ് ഇതിന്റെ നിറം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാണ് ഏറ്റവും കൂടുതൽ പച്ചയുള്ളത്? നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുന്ന സമയത്താണ്. ഗ്രാമങ്ങളിലൂടെയും അല്ലെങ്കിൽ ചെറിയ വനങ്ങളിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള പച്ചപ്പ് എപ്പോഴും നമുക്ക് ഹീലിംഗ് തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ വലിയ മലനിരകളിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്തുള്ള പച്ച നിറത്തിലുള്ള ആ ഒരു വ്യൂ ഓർക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അതിൽ മതിമറന്ന് നിൽക്കുന്നതും. ഈ പച്ചപ്പ് എന്ന് പറയുന്നത് പ്രകൃതി തന്നെയാണ്. പ്രകൃതിയുമായിട്ട് കണക്ട് ആകുന്ന സമയത്ത് വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ചക്രമാണ് ഹാർട്ട് ചക്രം എന്ന് പറയുന്നത്. പച്ചയുമായിട്ട്, പച്ച എൻവയോൺമെന്റുമായിട്ട്, അതൊരു ഗാർഡൻ മുതൽ ഒരു വനം വരെ ആകാം. നമ്മൾ നമ്മളെ തന്നെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഈ ഗ്രീൻ എനർജി നമ്മുടെ ഹാർട്ട് ചക്രത്തിനെ കൂടുതൽ ശക്തമാക്കുകയാണ്, ഹീല് ചെയ്യുകയാണ്, ഓപ്പൺ ചെയ്യുകയാണ്, ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ പച്ച നിറം വിഷ്വലൈസ് ചെയ്തുകൊണ്ടുള്ള വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് നമ്മുടെ ഹാർട്ട് ചക്രത്തിനെ കൂടുതൽ ശക്തിയുള്ളതാക്കാൻ സഹായിക്കുകയാണ്. ഇതിന്റെ കൂടെ തന്നെ മന്ത്രത്തിലേക്ക് വരുന്ന സമയത്ത് യം എന്ന് പറയുന്ന മന്ത്രമാണ് ഹാർട്ട് ചക്രത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സെൽഫ് ലവിനെ എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള അഫർമേഷൻസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ സ്നേഹത്തിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ്, എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് കഴിയും, ഇത്തരത്തിലുള്ള സെൽഫ് അഫർമേഷൻസ്, അതുപോലെ തന്നെ ഓട്ടോ സജഷൻസ് ഒക്കെ കൊടുക്കുന്നത് ഹാർട്ട് ചക്രത്തിന്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി യോഗയിലേക്ക് വരുന്ന സമയത്ത് കോബ്ര പോസ്, ക്യാമൽ പോസ് തുടങ്ങി നമ്മുടെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള, ഹൃദയത്തിന് തുറവി നൽകുന്നതായിട്ടുള്ള യോഗ പോസ്റ്ററുകൾ നമ്മുടെ ഹാർട്ട് ചക്രത്തിനെ കൂടുതൽ ഓപ്പൺ ആക്കാനായിട്ട് സഹായിക്കുകയാണ്.
അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് ആൻഡ് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നത്, പ്രധാനമായിട്ടും മറ്റുള്ളവരോട് ക്ഷമിക്കുക മനസ്സുകൊണ്ട്, ഗ്രഡ്ജസിനെ ഒഴിവാക്കുന്ന സമയത്തൊക്കെ ഹാർട്ട് ചക്രം കൂടുതൽ ശക്തിപ്പെടുകയാണ്. എംപതി പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്തും, കൈൻഡ്നെസ് അല്ലെങ്കിൽ ദയവ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം അല്ലെങ്കിൽ അവർക്ക് സഹായങ്ങൾ കൊടുക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ആത്മാവിനെ, നമ്മുടെ കർമ്മത്തിനെ ത്വരിതപ്പെടുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളത് മുൻപ് പല വീഡിയോകളിലും നമ്മൾ പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ എംപതി, കൈൻഡ്നെസ് ഒക്കെ എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ചക്രം കൂടുതൽ ഹീൽ ആകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഹാർട്ട് ചക്രം ആക്റ്റീവ് ആകുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ഭാരം കുറഞ്ഞ് നമ്മുടെ ഹൃദയം തുറക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഹാർട്ട് സെന്റേർഡ് ആയിട്ടുള്ള റിതമിക് ബ്രീത്തിങ് പോലുള്ള കാര്യങ്ങളും ഹാർട്ട് ചക്രത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മനോഹരമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള സംഗീതങ്ങൾ കേൾക്കുന്നതും ഹാർട്ട് ചക്രത്തിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യുന്ന കാര്യമാണ്. ഇത്തരത്തിൽ ഹാർട്ട് ചക്രത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതിനുശേഷം നമുക്ക് വിശുദ്ധ ചക്രത്തിലേക്കും ആജ്ഞചക്രത്തിലേക്കും ക്രൗൺ ചക്രത്തിലേക്കും നമ്മളുടെ എനർജിയെ റൈസ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചക്ര ആക്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുണ്ടലിനി റൈസിങ് എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. പ്രകൃതി നൽകിയിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു ശരീരം ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഒരു ഇടനിലക്കാരനില്ലാതെ തന്നെ നിങ്ങളും പ്രകൃതിയും ഈശ്വരനും എന്നുള്ള ആ ഒരു ട്രയാങ്കുലർ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഊർജ്ജത്തിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല, നാച്ചുറൽ ആയിട്ട് പീസ്ഫുൾ ആയിട്ട് സന്തോഷത്തോടു കൂടി ചെയ്യേണ്ട, ശാന്തമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.